അയ്യപ്പേട്ടാ, ഈ KPCC അധ്യക്ഷ സ്ഥാനവുമായി ബന്ധപ്പെട്ടുള്ള തർക്കം തീരുന്നില്ല. ഇപ്പോൾ രാഹുൽ ഗാന്ധി മുതിർന്ന 14 നേതാക്കളെ വിളിച്ച് അഭിപ്രായ വോട്ടെടുപ്പ് നടത്തിയിരിക്കുകയാണ്. സുധാകരൻ തുടരണമോ വേണ്ടയോ എന്നുള്ളത്. അതായത് രാഹുൽ ഗാന്ധി എടുത്തിരിക്കുന്ന തീരുമാനം വളരെ ആലോചിച്ച് തന്നെയാണ്. കാരണം നാളെ AICCക്ക് പഴി കേൾക്കേണ്ടി വരേണ്ട അവസ്ഥ ഉണ്ടാകരുത് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. കാര്യം എന്തിനും ഏതിനും ഒരു അഭിപ്രായം ഉണ്ടാകുമ്പോൾ മുരളീധരൻ വന്ന് മാധ്യമങ്ങൾ ചെല്ലുമ്പോൾ മുരളീധരൻ പറയുന്ന ഒരു വാക്കാണ് പെട്ടെന്ന് ഓർമ്മ വരുന്നത്. അത് ഹൈക്കമാൻഡ് തീരുമാനിക്കും. ഹൈക്കമാൻഡ് അവസാനം തീരുമാനിക്കുന്നത് വെറുതെ ഒരു ഹൈ കമാൻഡായി പോവുക, അത് വെള്ളത്തിൽ വരച്ച വരയെന്നൊക്കെ പറയുന്ന പോലെ ആയി പോകാതിരിക്കാനാണ്. എന്തായാലും സുധീരനും മുല്ലപ്പള്ളി രാമചന്ദ്രനും ഒക്കെ സുധാകരൻ തന്നെ തുടരട്ടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം അതിന് പകരം പറഞ്ഞു കേൾക്കുന്ന പേരുകൾ, ആ പേരുകാരൊന്നും അത്ര പോരാ എന്ന് തന്നെയാണ് അവരുടെയും അഭിപ്രായം. അതായത് പ്രീത ഈ പറഞ്ഞ പേരുകാരോട് രാഹുൽ ഗാന്ധി ചോദിച്ച കാര്യമാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. രാഹുൽ ഗാന്ധി എടുത്ത തീരുമാനം ഏറ്റവും നല്ലത് തന്നെയാണ്. കാരണം കോൺഗ്രസ് പാർട്ടിക്കകത്ത് അവർ ഈ പറയുന്ന പോലെ അവർക്ക് സംഘടനാ സ്വാതന്ത്ര്യമുള്ള ജനാധിപത്യ പാർട്ടിയാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർ പഴയ ആൾക്കാരെ CPM-ലെ പോലെ 75 വയസ്സുകാരെയൊക്കെ ഒതുക്കിയിരുത്തുക, തൻ്റെ കാര്യം വരുമ്പോൾ നിയമം മാറ്റിവെക്കുക, അതിലൊക്കെ ജനാധിപത്യം കോൺഗ്രസ് കാണിക്കുന്നത് നല്ലതാണ്. രാഹുലിനെ പപ്പുമോൻ എന്ന് പറയുമ്പോഴും രാഹുലിൻ്റെ ഈ തീരുമാനത്തിന് നമുക്ക് പൊതുസമൂഹത്തിന് സമ്മതിക്കേണ്ടി വരും. കാര്യം കേരളം പോലൊരു സംസ്ഥാനത്ത് CPM എന്ന് പറയുന്ന പാർട്ടിയുടെ രണ്ടാമതൊരു ടേം കൂടെയുള്ള ഭരണം സഹിക്കുന്നതിനപ്പുറമായിരിക്കുന്ന ഒരവസ്ഥയിൽ BJP ഒരു വേള ഇതിനകത്ത് കടന്നുകൂടാനായിട്ട് ശ്രമിക്കുന്ന തന്ത്രങ്ങൾക്കിടയിൽ ഇത്തരത്തിൽ രാഹുൽ മുതിർന്ന നേതാക്കൾ, ഇപ്പം മുല്ലപ്പള്ളി രാമചന്ദ്രനാണെങ്കിൽ കേന്ദ്രത്തിൽ മന്ത്രിയായിരുന്ന ആളാണ്, KPCC പ്രസിഡന്റായിരുന്ന ആളാണ്, കേരളത്തിലെ ഒരു വലിയ കമ്മ്യൂണിറ്റിയുടെ 36% SNDP കമ്മ്യൂണിറ്റിയെ പ്രതിനിധീകരിക്കുന്ന ഒരാളാണ്. VM സുധീരനും ഒരു വേള KPCC പ്രസിഡന്റായിരുന്ന ആളാണ്, ആരോഗ്യമന്ത്രിയായിരുന്ന ആളാണ്. പിന്നെ ഹസനോട് സംസാരിച്ചിട്ടുണ്ട്. ഇങ്ങനെ നിരവധി മുതിർന്ന നേതാക്കൾ 14ഓളം നേതാക്കളോട് സംസാരിച്ചിട്ടുണ്ട്. അതിനു പുറമെ AICCയിലെ മെയിൽ ID യിൽ അവർക്ക് നിരവധി ആൾക്കാർ മെയിൽ അയച്ചതായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അവർ പറഞ്ഞ അഭിപ്രായത്തിന് രാഹുൽ ഗാന്ധി മാനിക്കും എന്നുണ്ടെങ്കിൽ ആന്റോ ആന്റണി, അവർ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ ചുരുക്കത്തിൽ, ആന്റോ ആന്റണി എന്ന പേരിനോട് അവർക്ക് യോജിക്കാൻ കഴിയുന്നില്ല എന്ന് തന്നെയാണ് അവർ പറഞ്ഞു എന്നാണ് നമുക്കറിയാൻ കഴിയും. അതായത് സുധാകരൻ അധ്യക്ഷനായ ശേഷം മുല്ലപ്പള്ളി നേതൃയോഗങ്ങളിലൊന്നും പങ്കെടുക്കാറില്ല. സുധീരനാണെങ്കിൽ രാഷ്ട്രീയകാര്യ സമിതിയിൽ നിന്ന് ഒരിക്കൽ രാജിവെക്കുക പോലും ചെയ്തിട്ടുണ്ട്. അപ്പോൾ സുധാകരനെതിരെ മുൻപ് പരസ്യ നിലപാടെടുത്ത മുല്ലപ്പള്ളിയും സുധീരനും ഒക്കെ ഇപ്പോൾ സുധാകരനെ തന്നെ പിന്തുണയ്ക്കുന്നത് ചേട്ടൻ ഈ പറഞ്ഞതുപോലെ ആന്റോ ആന്റണിയോടുള്ള അമർഷം മാത്രമല്ല, ആന്റോ ആന്റണിയിലൂടെ ഈ പറയുന്ന VD സതീശനെയാണ് അവർ ഉന്നം വെക്കുന്നത്. ഇവർക്ക് ഈ പറയുന്ന അവരുടെ നാട്ടുകാരനാണ്, ഈ പറയുന്ന മുല്ലപ്പള്ളിയുടെ നാട്ടുകാരനാണ് ഈ നമ്മുടെ സുധാകരനും മുല്ലപ്പള്ളിയും തമ്മിൽ അങ്ങനെ ആശയപരമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെറിയ ഈ അടുത്തിടയ്ക്ക് പോയി കണ്ടതേ ഉള്ളൂ. സുധാകരൻ മുല്ലപ്പള്ളിയെ പോയി കണ്ടതേ ഉള്ളൂ. സുധാകരൻ അധ്യക്ഷനായ ശേഷം മുല്ലപ്പള്ളി നേതൃയോഗങ്ങളിൽ പങ്കെടുക്കാറില്ല. കാരണം എന്ത്? അതിൽ നേതൃയോഗം എന്ന് പറയുന്നത് സുധാകരൻ മാത്രമല്ല കോൺഗ്രസ് എന്ന് പറയുന്നത്, അദ്ദേഹത്തിന് ഇഷ്ടമില്ലാത്ത നിരവധി പേരുണ്ട്. അതിൽ VD സതീശനുണ്ട്, പുതിയ തലമുറയിലെ പല നേതാക്കളുണ്ട്. അവരുടെ ചില ചേഷ്ടകളുണ്ടാകും, അവരുടെ അഭിനയങ്ങളുണ്ടാകും. ഇതെല്ലാം ഒരു പഴയ ആളാണ് മുല്ലപ്പള്ളി. ഒരു നല്ല മനുഷ്യനാണ്, നല്ലൊരു നേതാവാണ്. അപ്പോൾ അദ്ദേഹത്തിന് ചിലപ്പോൾ ഉൾക്കൊള്ളാൻ കഴിയുന്നത് സുധാകരനെ മാത്രമായിരിക്കും. കൂടെ ഉള്ളവർ ഉൾക്കൊള്ളാൻ കഴിയണമെന്നില്ല. യോഗത്തിൽ പോയില്ലെന്നല്ലേ ഉള്ളൂ. എന്തിനവരെയൊക്കെ മൂറും മൂഞ്ചിയും കാണണം എന്നൊക്കെയുള്ള ഒരു നാടൻ പ്രയോഗം ഉണ്ടല്ലോ, അത് വേണ്ടാന്ന് വെക്കും. അതാണ് അതിനകത്തുള്ള സത്യം. രണ്ട്, സുധീരന്റെ കാര്യം. ഇതും ഈ രാഷ്ട്രീയകാര്യ സമിതിയിൽ സുധീരൻ നോക്കുമ്പോൾ എന്തിന് രാഷ്ട്രീയകാര്യ സമിതിയിൽ ഞാനൊക്കെ ആകണം, ഇവിടെ ബാക്കി എന്ത് രാഷ്ട്രീയമാണ് കോൺഗ്രസ് ചെയ്യുന്നത് എന്ന് സുധീരൻ ചിന്തിക്കും. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. പ്രജിത ചോദിച്ചത്, ആ ചോദ്യം ചെല്ലുന്നത് ആന്റോ ആന്റണിയെ എന്തിനാക്കണം. ആന്റോ ആന്റണി ഇന്നും ഒരു രണ്ടാം നിര നേതാവ് തന്നെയാണ്. അതിലൂടെ സതീശനെ ശരിക്കും പറഞ്ഞാൽ സ്വന്തമായിട്ട് സതീശൻ പോലും കരുതിയില്ല സതീശൻ ഒരു പ്രതിപക്ഷ നേതാവാകുമെന്ന്. സതീശൻ പോലും കരുതിയില്ല. സതീശനിട്ട ലോട്ടറിയാണ് പ്രതിപക്ഷ നേതാവ് സ്ഥാനം. അദ്ദേഹം പോലും ഒരു വേള അതിശയിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അദ്ദേഹം ചിന്തിക്കുന്നത് അദ്ദേഹത്തിനെ പോലെയുള്ള ഒരു രണ്ടാം നിര നേതാവായ ആന്റോ ആന്റണി വരുന്നത് തങ്ങൾ രണ്ടാം നിരക്കാർക്ക് ഒരുമിച്ച് നിന്ന് കയറി വരാൻ പറ്റുന്നതാണ്. രണ്ടാം നിരക്കാർ വന്നോട്ടെ, അതിൽ നമുക്കൊരു തെറ്റും പറയാനില്ല. പക്ഷേ അവർ കേരളം മൊത്തത്തിൽ അറിയുന്നവരാകണം. ഞാൻ പറയട്ടെ, ഇപ്പോൾ KPCC പ്രസിഡന്റ് ആകാൻ ആന്റോ ആന്റണിയേക്കാളും എന്തുകൊണ്ട് യോഗ്യരായ യുവ നേതാക്കളുണ്ട്. അതിലൊരാൾ ഷാഫി പറമ്പിലാണ്. നമുക്ക് പറഞ്ഞുകൂടെ? എന്തുകൊണ്ട് പറഞ്ഞുകൂടാ? പറയാം. ഷാഫി പറമ്പിലിന് ഉറപ്പായിട്ട് ജനസമ്മതനായ ഒരു നേതാവാണ്.
അപ്പോൾ അങ്ങനെ ജനസമ്മതിയുള്ളൊരു നേതാവിനെയാണ് ആവശ്യം. ആന്റോ ആന്റണി പത്തനംതിട്ടയിൽ നിന്ന് മാത്രം ജയിക്കുന്ന ഒരു MP ആണ്. അതും കുരുട്ടുഭാഗ്യം പൊട്ടൻ മാവിൽ കല്ലെറിഞ്ഞ് മാങ്ങ വീണ പോലെ എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ ഉരുണ്ടുകൂടി വന്ന് ആന്റോ ആന്റണി അങ്ങ് ജയിക്കുകയാണ് ചെയ്യുന്നത്. പത്തനംതിട്ടയിൽ CPM കണ്ണടയ്ക്കും ലോകസഭയിൽ. നേരെ മറിച്ച് ഈ 4 തവണ CPM പിന്നെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി ജയിച്ച ആന്റോ ആന്റണി ലോകസഭയിൽ ജയിച്ച ആ പത്തനംതിട്ട ജില്ലയിൽ 5 നിയമസഭാ സീറ്റിൽ ജയിച്ചതാര്? പിന്നെ CPM ആണ്. 5 സീറ്റ് ജയിച്ചിരിക്കുന്ന CPM ആണ്, വീണ ജോർജ് ഉൾപ്പെടെ. അത് കോൺഗ്രസിന്റെ കോട്ടയായിരുന്ന സ്ഥലമാണ്. അപ്പം നമുക്ക് ഇത്രയും ഇതിൽ പറയാനുള്ളൂ. ഇതിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാനുള്ളത് രാഹുൽ ഗാന്ധി എടുത്ത തീരുമാനം എന്തുകൊണ്ടും അഭിനന്ദനാർഹമാണ്. രാഹുൽ ഗാന്ധി അത്തരത്തിലൊരു തീരുമാനം എടുക്കുമ്പോൾ അദ്ദേഹത്തിന് ഇവിടെ ഒരു ദീർഘവീക്ഷണം ഉണ്ട് എന്ന് തന്നെ നമുക്ക് പറയാം. ഇത് നമ്മൾ കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ ഒന്ന് മാത്രമേ ഇതിൽ പറയാനുള്ളൂ. K. സുധാകരൻ തുടക്കം മുതൽ പറഞ്ഞത് എന്നെ നാറ്റിക്കരുത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം ഒരു തലപ്പൊക്കമുള്ള നേതാവാണ്. കാരണം ഞാൻ പറയട്ടെ, തിരുവനന്തപുരം ജില്ല മുതൽ കാസർഗോഡ് വരെ സുധാകരൻ്റെതായ ഒരു കൂട്ടം അണികളുണ്ട്. ഇപ്പൊ സുധാകരൻ വേണമെന്ന് പറഞ്ഞു തന്നെ പോസ്റ്ററുകളും ഫ്ലെക്സുകളും ഒക്കെ വന്നു കഴിഞ്ഞു. അതായത് കോൺഗ്രസിനെ നയിക്കാൻ സുധാകരൻ വേണം, അത് എല്ലാവരുടെയും ആവശ്യമാണ്. ഇതിന്റെ ഇടയിൽ കളിക്കുന്ന ഈ സതീശൻ ഉൾപ്പെടുന്ന ഈ ബെൽറ്റ്, സതീശൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഈ ബെൽറ്റിന്റെ കളിയാണ് ഇപ്പോൾ ഈ കിടന്ന് കളിക്കുന്ന ആന്റോ ആന്റണി വിവാദം. അതല്ലെങ്കിൽ സുധാകരന് മറ്റൊരു മറുപടി അവിടെ വരാനില്ല. അല്ല, സുധാകരൻ ഇല്ലാത്തൊരു ആരോഗ്യ പ്രശ്നം ഉണ്ടാക്കിയത് ഇവരുടെ കൂർമ്മ ബുദ്ധിയാണ്, ഇവരുടെ കുരുട്ടു ബുദ്ധിയാണ്. കാര്യം സുധാകരൻ ഇവരാരെയും മൈൻഡ് ചെയ്യാറില്ല. സുധാകരൻ ഇപ്പൊ പ്രീത പറഞ്ഞില്ലേ, വെട്ടൊന്നും മുറി2 മാത്രമല്ല, പിന്നെ പിണറായി വിജയനെ പ്രത്യേകിച്ച് കണ്ണൂർ എന്നാൽ CPM-ന്റെ മുഖമാണ്. അവിടെ കണ്ണൂർ ജില്ലയിൽ, കണ്ണൂർ ടൗണിൽ എത്രയോ തവണ നിയമസഭയിൽ ജയിച്ച ആളാണ് സുധാകരൻ. അവർക്കിടയിലൂടെ പോയ ഒരാളാണ്. യഥാർത്ഥത്തിൽ ഊടിപ്പിടിച്ച വാളിനിടയിലുള്ള പിണറായി കളം നടത്തിയിട്ടുള്ളത് സുധാകരനാണ്. സുധാകരൻ എന്ന് പറയുമ്പോൾ ഇന്നും എനിക്ക് സുധാകരൻ വളരെ ഇഷ്ടപ്പെട്ട ഒരു നേതാവാണ്. എനിക്ക് ഒരുപാട് പേഴ്സണലി ഞാൻ അദ്ദേഹത്തെ കാണാൻ പോയിട്ടുണ്ട്. വളരെ അദ്ദേഹം കേഡർ സ്വഭാവം കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് നല്ലതല്ലേ? ഒരു നല്ല മനുഷ്യനാണ്. അതല്ല, കോൺഗ്രസിന് അത് ഉപകാരപ്രദമാവുകയുള്ളൂ. കോൺഗ്രസിലെ തമ്മിലടിക്ക് ഒരു വിധത്തിൽ, ഒരു തരത്തിൽ പറഞ്ഞാൽ അത് പരിഹാരമാവില്ല. പക്ഷേ പ്രീത, അതൊന്നും കോൺഗ്രസിൽ നടക്കാൻ പോകുന്നില്ല. ഇത്തരത്തിലുള്ള കുരുട്ടുബുദ്ധിയും ജനാധിപത്യം എന്ന് പറയുന്നത് കുരുട്ടുബുദ്ധി പ്രയോഗിക്കാനാണ് ജനാധിപത്യം പ്രയോഗിക്കുന്നത്. ഇത് ഈ പറയുന്ന പോലെ എത്രയോ മണ്ടൻ തീരുമാനങ്ങൾ ഇപ്പം രാഹുൽ ഗാന്ധി ഇത്തരത്തിലൊരു അഭിപ്രായ സർവേ എങ്കിലും നടത്തി. മുമ്പൊക്കെ ആരോട് ചോദിച്ചിട്ടാണ് അദ്ദേഹം ഇപ്പൊ വിളിച്ചത്? MM ഹസൻ, ബെന്നി ബെഹനാൻ, ഹൈബി ഈഡൻ, ഷാഫി പറമ്പിൽ തുടങ്ങിയവരെല്ലാവരെയും തന്നെ. ഇതിന് പറയുമ്പോൾ ബെന്നി ബെഹനാൻ എന്ന കോൺഗ്രസ്സുകാരനായ ക്രിസ്ത്യാനിയായ നേതാവ് അദ്ദേഹം പറയുന്നറിയോ, ജാതി സമവാക്യങ്ങൾ കൊണ്ടൊന്നും ആരെ ഇവിടെ KPC പ്രസിഡന്റ് ഒന്നും ആക്കണ്ടെന്ന്. ബെന്നി ബെഹനാന്റെ വാക്കാ. ഈ ബെന്നി ബെഹനാൻ എന്ന കോൺഗ്രസ് നേതാവ് പറഞ്ഞു കഴിഞ്ഞു, എന്തിനാണ് ജാതി സമവാക്യങ്ങൾ വെച്ചൊക്കെ അങ്ങനെ ഒരു നേതാവിനെ കൊണ്ടുവരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞു. കൂടാതെ പ്രജിത അല്പം മുമ്പ് പറഞ്ഞില്ലേ, അതായത് ഞാൻ പറഞ്ഞത് ദീപികയിലും ഇതിനെതിരെ തന്നെയാണ്. അതായത് ഈ ഒരു ജാതി സമവാക്യമല്ല കോൺഗ്രസിനെ ഇപ്പോൾ നിലവിൽ നിലനിർത്തിക്കൊണ്ടു പോകാൻ ഒരു നേതാവിനെയാണ് അവർക്ക് ആവശ്യം. അപ്പൊ ഈ സതീശൻ എന്ന് പറയുന്ന കുരുട്ടുബുദ്ധിയുടെ ഈ ബെൽറ്റ്, ആ ഒരു സംഘം അങ്ങനെ തന്നെ പറയേണ്ടി വരും. കാരണം ഇപ്പോൾ ഈ വിഷയം ഉണ്ടാകേണ്ടതേ അല്ല കോൺഗ്രസിൽ. മറ്റു ചില പദ്ധതികളുമായി ബന്ധപ്പെട്ട് വരുന്ന തദ്ദേശ നിയമസഭാ തിരഞ്ഞെടുപ്പുകളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ചിന്തിച്ചു പോകേണ്ടത്. അതിനെ മറികടന്നുകൊണ്ടാണ് സതീശൻ ഇപ്പോൾ ഈ ഒരു വിഷയം ഇവരിലൂടെ എല്ലാം ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്, ആന്റോ ആന്റണിയിലൂടെ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ആന്റോ ആന്റണിയെ വേണ്ട എന്നുള്ള അഭിപ്രായം തന്നെയാണ് കൂടുതലായിട്ടും രാഹുൽ ഗാന്ധിയുടെ അടുത്തേക്ക് വന്നിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഒരു കാര്യം അനുമാനിക്കാൻ കഴിയും, രാഹുൽ ഗാന്ധി പറയുന്ന പേര് സുധാകരൻ തന്നെ മതി എന്നതായിരിക്കും.